നമ്മളെല്ലാവരുടെയും പലരുടെയും ഒരു പ്രോബ്ലമാണ് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും. എനിക്കൊരിടയ്ക്ക് വെച്ച് ഒരുപാടുണ്ടായിരുന്നു. എന്ത് ചെയ്തിട്ടാണ് ഇത് വന്നതെന്നോ ഇതിനി എന്ത് ചെയ്താൽ മാറുമെന്നോ ഒരു എത്തും പിടിയും കിട്ടാത്തൊരു സമയമായിരുന്നു. ആ ഒരു ടൈമിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളും ഞാൻ ആ ഒരു കുറേ ഉണ്ടായിരുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കിയ കുറച്ച് ടിപ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. എൻ്റെ ഫ്രണ്ട്സിന്, ബോയ്സിനും ഗേൾസിനും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ആ ടിപ്സ് തന്നെയാണ്. വളരെ നന്നായിട്ട് വർക്കാവും. പക്ഷേ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം. പേസ്റ്റും ബ്രഷും യൂസ് ചെയ്ത് ബ്രഷ് ചെയ്യുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതങ്ങനെയല്ല, നല്ലൊരു കൂട്ടാണ്. നമ്മുടെ സ്കിന്നിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് മാറ്റാനായിട്ട് സൂപ്പറാണ്. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുള്ളൂ. നല്ല രീതിയിൽ ഇത് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ ചെയ്യാത്തത് തന്നെയാണ്. അപ്പോൾ പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന ടിപ്സൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയാം. സോ നമുക്ക് ഫസ്റ്റ് ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. ആ പേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഉപ്പാണ്. ഇത്രയും നിങ്ങൾ എടുക്കണ്ട, ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് എടുത്തപ്പോൾ കുറച്ച് ആവേശം കൂടിപ്പോയി. അതുകൊണ്ട് കുറച്ച് അധികമായി പോയിട്ടുണ്ട്. ഇത്രയൊന്നും നമുക്ക് വേണ്ട. ആകെ കൂടെ ഒരു 1/4 സ്പൂണ് മാത്രം ചെറിയ പൊടി തരിയായിട്ടുള്ള ഉപ്പ് എടുക്കുക. ഒപ്പം അതിലും കുറച്ച് മാത്രം പേസ്റ്റ് എടുക്കുക. ഈ പേസ്റ്റും ഉപ്പും കൂടെ, അതായത് ഏത് പേസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ജെൽ ടൈപ്പ് വേണ്ട. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കട്ടിയുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, വൈറ്റ് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. എൻ്റെ കയ്യിൽ വൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്ലൂ കളർ, ഒരു ലൈറ്റ് ബ്ലൂ കളർ പേസ്റ്റ് എടുത്തത്. അപ്പോൾ വൈറ്റ് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇനി നിങ്ങൾ അങ്ങനത്തെ പേസ്റ്റ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ 10 രൂപയുടെ കുഞ്ഞി ഒരു വൈറ്റ് പേസ്റ്റ് കിട്ടത്തില്ലേ, അത് നിങ്ങൾക്ക് വാങ്ങിച്ച് വയ്ക്കാം. ഇതുപോലെ ഹോം റെമഡി ഇത് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി. ഈ ഒരു പേസ്റ്റും ഉപ്പും കൂടെ നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഇത്രയും ക്വാണ്ടിറ്റി നിങ്ങൾ എടുക്കരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി പോലും ആവശ്യം ഉണ്ടാവത്തില്ല. ഞാനിതിപ്പോൾ എടുത്തപ്പോൾ കൂടിപ്പോയതാണ്. ബാക്കി ഞാൻ കളയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അങ്ങനൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനായിട്ട് ആവശ്യത്തിന് മാത്രം പ്രോഡക്റ്റ് എടുക്കുക. അപ്പോൾ ഉപ്പിൽ നല്ല തരിതരിപ്പ് ഉണ്ടാവും. നമ്മുടെ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ പേസ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് എക്സ്ട്രാ ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതൊന്നും എടുക്കാതിരിക്കുക. ഒരു മൈൽഡായിട്ടുള്ള ജെൻറ്റിലായിട്ടുള്ള ഒരു വൈറ്റ് പേസ്റ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ഒരു ടൂത്ത് ബ്രഷ് എടുക്കുക. നല്ലൊരു ടൂത്ത് ബ്രഷ് എടുക്കുക. നമ്മൾ യൂസ് ചെയ്യുന്നതല്ല, യൂസ് ചെയ്യാത്തത് എടുക്കുക. എന്നിട്ട് ഈ ഉപ്പും പേസ്റ്റും കൂടെയുള്ള മിക്സർ ഉണ്ടല്ലോ, ഇതിൽ നമുക്കിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുക. നമ്മുടെ ബ്രഷിൽ സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് ഇതാണ് നമ്മളുടെ മെയിനായിട്ടുള്ള സ്ക്രബ്ബ് വരുന്നത്. ഇത് വെച്ച് നമ്മൾ നമ്മുടെ മൂക്കിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് മുഖം നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഡയറക്റ്റ്ലി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സ്ക്രബാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് മൂക്കിൽ വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം വിസിബിളായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റുന്ന അത്രയും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ചെറിയൊരു, ഇനി നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റുന്നതാണെങ്കിൽ ചെറിയൊരു ചൂട് പിടിപ്പിച്ച് കൊടുക്കുക. ഞാൻ അടുത്ത് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഈ സ്ക്രബ് ചെയ്യുന്നതിന് മുന്നേയും കൂടെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെറിയ ടവൽ വെച്ച് ഒന്ന് ആവി പിടിക്കുന്ന പോലെ ചൂട് പറ്റിച്ച് കൊടുത്തിട്ട്, വെള്ളത്തിൽ മുക്കി ചൂട് പറ്റിച്ച് കൊടുത്തിട്ട് ഈ ഒരു സ്ക്രബ് ചെയ്താൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. നല്ല രീതിയിൽ ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അവിടുത്തെ ഒരു സ്കിൻ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ക്ലീൻ ആകും. പിന്നെ നിങ്ങൾക്ക് ഒരുപാടുണ്ട്, കുറേ കാലമായിട്ട് നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. ചിലർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ തന്നെ അങ്ങനെ പറ്റും. അത്രയും വൃത്തികേടായിരിക്കും. സത്യം പറയല്ല, എനിക്കത് കാണുന്നത് ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ മുഖത്ത് നല്ല ആരുടെ മുഖത്തും എനിക്കത് കാണുന്നത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് നല്ല രീതിയിലൊരു സ്ക്രബ് മസാജ് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഓൾറെഡി ചൂട് പിടിക്കുക, എന്നിട്ട് സ്ക്രബ് മസാജ് കൊടുക്കുക. ചൂട് പിടിക്കുന്നത് ഓപ്ഷണലാണ്. കാര്യം രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചൂട് പിടിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആദ്യം ഒന്ന് ചൂട് പിടിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സ്ക്രബ് കൊടുക്കുക. പേസ്റ്റും ബ്രഷും വെച്ച് തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആ ഒരു ഡാർക്കായിട്ടുള്ള നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നിട്ട് നമ്മളിത് നല്ലൊരു മസാജ് കൊടുക്കുമ്പോൾ ആ ഒരു സ്കിന്നുണ്ടല്ലോ, സ്കിൻ സെൽസ് എല്ലാം തന്നെ ക്ലീൻ ആവും. ക്ലീൻ ആകുന്നതിനോടൊപ്പം നമുക്ക് അവിടുത്തെ എക്സ്ട്രാ ഉള്ള ഡേർട്ട് ഇമ്പ്യൂരിറ്റീസ് എല്ലാം പുറത്ത് വരും. അതുകൊണ്ടാണ് പറഞ്ഞ പോലെ പഴയ ബ്രഷൊക്കെ എടുത്താൽ മതി, അതൊക്കെ പുറത്ത് വരും. എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് ഒരു ടവൽ വെച്ച് തുടച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. പോകാൻ കുറച്ച് ടൈം എടുക്കും, എന്നാലും നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് തുടച്ചെടുക്കുക.
ഈ ഒരു പ്രോസസ്സ്, ഈ ബ്രഷ് വെച്ചിട്ടുള്ള സ്ക്രബിങ് നമ്മൾ ചെയ്യേണ്ടത് ഒരു മിനിറ്റിന് താഴെ ചെയ്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് നമ്മളിതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒരു ബൗളിലെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവൽ യൂസ് ചെയ്ത് മുക്കി പിഴിഞ്ഞിങ്ങനെ എടുക്കുന്നുണ്ട്. നമ്മൾ ആവി പിടിക്കത്തില്ലേ, വേദനയൊക്കെ വരുമ്പോൾ ആവി പിടിക്കുന്ന രീതിക്ക് ഇതുപോലെ മുക്കി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ മൂക്കിലോട്ട് ഒന്ന് വെച്ച് ആവി പിടിക്കുക. ഈ പ്രോസസ്സാണ് നിങ്ങൾക്ക് ഒരുപാട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ട്, ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയാണ്, അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് സ്ക്രബ് ചെയ്യുന്നതിന് മുന്നേയും ഇത് ചെയ്ത് കൊടുക്കാം, അതിനുശേഷവും നമുക്കിത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം എടുക്കുക, ഒത്തിരി തണുത്തതോ അല്ലെങ്കിൽ ഒരുപാട് ചൂടുള്ള വെള്ളം എടുക്കണ്ട. ഒരു മൈൽഡായിട്ട് മീഡിയം ടെമ്പറേച്ചറിലുള്ള ചൂടുവെള്ളം എടുക്കുക. എന്നിട്ട് നമ്മുടെ ടവൽ ഡിപ്പ് ചെയ്തിട്ട് മൂക്കിലോട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് വരാത്ത കുറേ പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ പുറത്ത് വരും. അപ്പോൾ നമുക്ക് ഒരുപാടുണ്ടെങ്കിലും അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇത് നിങ്ങൾക്ക് ഒത്തിരി ഉണ്ട്, കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫസ്റ്റ് യൂസിൽ നമുക്കൊരു പകുതിയോളം മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ബാക്കി നമ്മൾ വീണ്ടും ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഒരുപാടൊന്നുമില്ല, ഒരു സാധാരണ ആൾക്കാർക്കുള്ള ആ ഒരു അത്രയുള്ളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു റൊട്ടീൻ ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്യുക. വേറെ സ്ക്രബ് അല്ലെങ്കിൽ വേറെ പാക്കൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല രീതിയിൽ മൂക്കിലൊരു മസാജ് കൊടുക്കുക. പിന്നെ ഇത് ചെയ്തതിന് ശേഷം വീണ്ടും മൂക്കിലിട്ട് ഉരയ്ക്കരുത്. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ടവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് മാത്രമാണ് കൊടുക്കുന്നത്. മുഖം വേറെ ഏതെങ്കിലും സ്ക്രബ് സ്ക്രബ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മൂക്കിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ട് ഈ ഒരു ഞാനിപ്പോൾ നേരത്തെ കാണിച്ച സ്ക്രബ് ഉണ്ടല്ലോ, അത് മാത്രം നിങ്ങൾ മൂക്കിൽ യൂസ് ചെയ്താൽ മതി. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ. എന്നിട്ട് നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വന്നിട്ടുള്ളത് കംപ്ലീറ്റ്ലി ഇനി വരാതെ നോക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം, ആ ഒരു ഭാഗത്ത് ഓയിൽ സെക്രീഷൻ ഭയങ്കര കൂടുതലാണ്. പിന്നെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല, ഒപ്പം പൊടിയെല്ലാം പറ്റി പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരും. നിങ്ങൾ സ്കിൻ കെയർ മര്യാദയ്ക്ക് രാവിലെയും വൈകുന്നേരവും ചെയ്യുന്നില്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇത് മാറാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കറക്റ്റായിട്ട് സ്കിൻ കെയർ ഫോളോ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ഓയിലി ആയിരിക്കുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് മുഖം കഴുകാം, വെള്ളത്തിൽ കഴുകാം, അല്ലെങ്കിൽ ഫേസ് വാഷ് മാത്രം യൂസ് ചെയ്ത് കഴുകാം. എങ്ങനെ വേണം നമുക്ക് ചെയ്യാം. നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിരിക്കുക നമ്മുടെ മുഖം എപ്പോഴും. ഈ ഒരു 2 സ്റ്റെപ്പും കഴിഞ്ഞതിന് ശേഷം നമുക്ക് റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാര്യം ഓൾറെഡി നമ്മൾ ആവി പിടിച്ചത് കൊണ്ട് മൂക്കിലുള്ള പോർസ് ഒക്കെ ഓപ്പൺ ആയിരിക്കും. അതൊന്ന് ക്ലോസ് ആവാനായിട്ടാണ് റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ, കയ്യിലില്ലെങ്കിൽ അലോവേര ജെല്ല് യൂസ് ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് വെച്ച് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്യുക. അതും നല്ല തണുപ്പുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആകാനും, ഓൾറെഡി നമ്മൾ സ്ക്രബൊക്കെ ചെയ്തല്ലോ, അതുകൊണ്ട് നല്ലൊരു മസാജ് മോയ്സ്ചറൈസേഷൻ കിട്ടാനും ഒക്കെ സഹായിക്കും. വാട്ടർ അപ്ലൈ ചെയ്ത് കുറച്ചൊന്ന് ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അലോവേര ജെല്ലും കൂടെ ഇതിൻ്റെ ഒപ്പം അപ്ലൈ ചെയ്ത് കൊടുക്കാം. തിക്കായിട്ടുള്ള ഹെവി ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. കാര്യം ഓൾറെഡി അവിടെ നന്നായിട്ട് ഓയിലി ആയതുകൊണ്ടും അതുപോലെ തന്നെ അവിടുത്തെ സ്കിന്നൊക്കെ ക്ലോഗ് ആയിരിക്കുന്നത് കൊണ്ടുമാണ് ഇത്രയും ബ്ലാക്ക് ഹെഡ്സ് വരുന്നത്. അതുകൊണ്ട് ജെൽ ടൈപ്പ്, നമ്മുടെ ഓയിലി സ്കിന്നിന് പറ്റിയ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസേഴ്സ് മാത്രം അവിടെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു അലോവേര ജെല്ലും കൂടെ ഞാൻ പിന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ കാണിക്കുന്നില്ല, പക്ഷെ ഞാൻ സാധാരണ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. കൊച്ചുകുട്ടികളാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട. ഇച്ചിരി പ്രായമുള്ളവർ 18 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് കൊടുക്കാം. അല്ല ഇനി വരാതെ നോക്കാനാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇല്ല ഇനി വരരുത് എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് സ്കിൻ കെയർ ഫോളോ ചെയ്യുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പാക്സ് ഇട്ട് കൊടുക്കുക, സ്ക്രബ് ചെയ്യുക. അത്രയേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.